നമ്മളെല്ലാരും ബ്രഷ് ചെയ്യുന്നുണ്ട്. ഉം. രാവിലെ എണീച്ചിട്ടാണ് ബ്രഷ് ചെയ്യുക. ഉം. ഫുഡ് കഴിക്കുന്നതിനേക്കാൾ മുന്നേ, ഉം. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ. ഉം. അതെന്തിനാ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ നമ്മൾ പല്ല് തേക്കുന്നത്? എന്തിനാ ബ്രഷ് ചെയ്യുന്നത്? വൈകുന്നേരം പോവാൻ? വൈകുന്നേരം പോകാനാണോ ബ്രഷ് ചെയ്യുന്നത്? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും See, എന്തിനാണ് ബ്രഷ് ഇപ്പൊ ചെയ്യുന്നത്? എന്താ വെച്ചാല് ഇതൊരു കണ്ടന്റ് ക്രിയേഷന്റെ റിലേറ്റഡ് ആയിട്ടും അല്ലാണ്ടും ഒക്കെ ഉം. പല ഡോക്ടേഴ്സും ഉം. പല ഇൻഫ്ലുവൻസേഴ്സും ഉം. ഒത്തിരി they give information, ഉം. twisted information and ഉം. half informations in the whole ഉം. whole network. ഉം. Okay, നമ്മുടെ ഹോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പല്ല് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്നത് ഒരു രീതിയാണ്. അതെ, പണ്ട് മുതലേ പണ്ട് പഠിച്ചു മുതലേ നമ്മൾ എണീക്കുന്നു, പല്ല് കഴിക്കുന്നു, ഫ്രഷ് ആവുന്നു, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അതെ. ഇപ്പൊ പറയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് ബാക്ടീരിയ ഒക്കെ വായിലിരിപ്പുണ്ടാവും. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഗുഡ് ബാക്ടീരിയ വയറ്റിൽ ചെന്ന് കുറെ കാര്യങ്ങൾ അതെ, അപ്പൊ ചില ആളുകൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ അപ്പൊ ഈ ഗുഡ് ബാക്ടീരിയ ആണ് നമ്മളെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ നോഷൻ. ദ ഹോൾ ഐഡിയ ഓഫ് ബ്രഷിംഗ് ഈസ് ടു കീപ് ഇറ്റ് ക്ലീൻ. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പൊ എന്തുകൊണ്ട് രാത്രി ബ്രഷ് ചെയ്യണോ എന്ന് പറഞ്ഞു. നിങ്ങൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതിന് മുമ്പുള്ള ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിൽ ബ്രഷ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക്, നമ്മള് രാത്രി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കും. നമ്മുടെ പല്ലുകളുടെ സർഫസിലും പല്ലുകൾക്ക് ഇടയിലും ഫുഡ് സ്റ്റക്ക് ആയിട്ട് ഇരിക്കുവാണെന്ന് കരുതുക. ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ 1 കിലോ ഫുഡൊന്നും അല്ല, ഞാൻ പറഞ്ഞൊരു ശകലം ഇരുന്നാലും മതി. അത് കാർബോഹൈഡ്രേറ്റ് ആവാം, എനി അതർ സംതിങ് ആവാം. ഇതിലേക്കൊക്കെ നമ്മുടെ വായിലുള്ള നോർമൽ ബാക്ടീരിയ വിൽ ഗോ ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, അതിൽ ആസിഡ് പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ഇനാമലിനെ അത് ബാധിക്കും. അതായത് ഇനാമൽ അത് സോഫ്റ്റൻ ആവും, അവിടെ കേടുവരാനുള്ള സാധ്യത കൂടും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ? രാത്രി ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന്റെ അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യം ഉണ്ടാക്കുന്ന ആ ഫുഡ് ഡെബ്രി റിമൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ അത് അവിടെ ഇല്ലല്ലോ. രാവിലെ നാച്ചുറലി വായിലുള്ള സാധനമാണ് അവിടെ ഉള്ളത്. ഇഫ് യു വാണ്ട് ടു ഫീൽ ഫ്രഷ്, യു ക്യാൻ ബ്രഷ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഹാവ് യുവർ ഫുഡ്. ടെക്നിക്കലി സ്പീക്കിംഗ് ആഫ്റ്റർ ഫുഡ് നമ്മൾ ബ്രഷ് ചെയ്യണമല്ലോ. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുന്നതെന്ന് പറയണതിന്റെ കാരണം ഇന്നതാണ്. അത് ഭക്ഷണത്തിന് മുമ്പ് ബ്രഷ് ചെയ്യണമെന്നോ ശേഷം ബ്രഷ് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ബ്രഷ് ചെയ്യുന്നതല്ലേ അത് ക്ലീൻ ആയിട്ടിരിക്കാൻ നല്ലത്. ഐ മീൻ കേട് വരാതിരിക്കാൻ നല്ലത്.